കൊല്ലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്കും ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊല്ലപ്പെട്ട തുഷാരയുടെ ഭർത്താവ് ചന്തുലാൽ, ഇയാളുടെ മാതാവ് ഗീതാലാലി എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ. കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, നിർണായകമായ ഒരു കേസിൽ ഒരുപക്ഷെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഒരു വിധി ഉണ്ടാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും വിഷ്ണു, കഴിഞ്ഞ ദിവസം തന്നെ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് ഈ വിധി പ്രസ്താവന. ഇതിൽ തന്നെ ഇരുവർക്കും ജീവപര്യന്തവും അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ഈ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവരുടെ ഈ കുടുംബമൊക്കെ പ്രതികരിച്ചിരുന്നു. അതായത് തുഷാര എന്ന് പറയുന്ന 28-കാരി മരിക്കുന്നത് 2019 മാർച്ച് 21-നാണ്. അത് ഈ മരണശേഷം അതൊരു സ്വാഭാവിക മരണമാക്കി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ കുടുംബം പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ തെളിവുകളും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾക്കുപരിയായി മൊഴികളുമൊക്കെ രേഖപ്പെടുത്തുമ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. പിന്നീട് ആ കണ്ടെത്തലൊക്കെയാണ് ഇപ്പോൾ ഈ കേസിലേക്ക് 2 പ്രതികൾക്കും ഇപ്പോൾ ഈ ഒരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ശിക്ഷാവിധിയിൽ കുടുംബം പ്രതികരിച്ചത് ശിക്ഷാവിധിയിൽ തൃപ്തരാണെങ്കിലും അവരൊക്കെ തന്നെ ഈ ഒരു വേദന അവരും അനുഭവിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 28-കാരിയായിരുന്ന 2 കുട്ടികളുടെ അമ്മ കൂടിയായിട്ടുള്ള തുഷാരയാണ് മരിച്ചിരിക്കുന്നത്. ഈ മരണസമയത്ത് ഈ തുഷാരയുടെ ശരീരം അത് 20 അല്ലെങ്കിൽ 21 കിലോഗ്രാം മാത്രമായിരുന്നു ഭാരമുണ്ടായത് എന്നുള്ളതാണ്. ഈ മൃതശരീരം കണ്ട് ഈ ബന്ധുക്കളൊക്കെ തന്നെ വിറങ്ങലിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ സംശയം തോന്നി പിന്നീട് പരാതി നൽകുന്നത്. കാരണം ഇത്രയധികം ദിവസം ഭക്ഷണം പോലും നൽകാതെ ഈ യുവതിയെ വീടിനുള്ളിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ പ്രോസിക്യൂഷനൊക്കെ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാർ ഈ മരണവിവരം അറിഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനെ ശരീരം കാണുന്നത്. പിന്നീട് പരാതി നൽകുമ്പോഴാണ് ഈ അന്വേഷണം എത്തുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ, അതായത് ഈ ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അംശം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെയധികം ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമായി തന്നെയാണ് കോടതി ഈ ഒരു കേസിനെ കണ്ടിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇങ്ങനെയൊരു സംഭവം കേട്ടുകേൾവി പോലുമില്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അത്തരത്തിൽ പട്ടിണിക്കിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭാര്യയെ കൊല്ലുക എന്ന് പറയുന്നത്, ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇവർ ഒരു കരാറുണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അതായത് കൊടുക്കുവാനുള്ള 3 ലക്ഷം രൂപ, സ്ത്രീധനത്തിൻ്റെ ബാക്കി തുകയായി കൊടുക്കുവാനുള്ള 3 ലക്ഷം രൂപ 2 വർഷത്തിനകം തീർക്കണമെന്നുള്ളതായിരുന്നു ഇവരുടെ കരാർ. എന്നാൽ പിന്നീട് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ തുഷാരയും അതോടൊപ്പം തന്നെ കുടുംബത്തെയും ഇവർ പീഡനത്തിനിരയാക്കി എന്നുള്ളതാണ്. ഈ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കുടുംബം ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം അന്വേഷണങ്ങൾ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനുമൊക്കെ പ്രതികരിച്ചത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പഞ്ചസാര ലായനി കലക്കി യുവതിക്ക് നൽകിയിരുന്നു എന്നുള്ളതുമൊക്കെ ആ വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾക്ക് ഈ ശിക്ഷ നൽകിയിട്ടുള്ളതും. അതോടൊപ്പം തന്നെ പ്രതിഭാഗം ഇനി മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചന്തുലാലും, അതായത് പൂയപ്പള്ളി സ്വദേശിയായിട്ടുള്ള ചന്തുലാലും മാതാവായിട്ടുള്ള ഗീതാലാലിയുമാണ് ഈ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഇരുവർക്കുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ശരി.